ഉമിഗൂസ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ ഗേൾസും എല്ലാ വുമൻസും അവരുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്താണെന്ന് കണ്ടാലോ. അതെ, ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. നമ്മുടെ ജനൌഷധി സുവിധ സാനിറ്ററി നാപ്കിൻസ്. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ജനൌഷധി സ്റ്റോറിൽ മാത്രമാണ് ഈ ഒരു നാപ്കിൻസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു നാപ്കിൻസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോസിൽ പറയാൻ കേട്ടോ. നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ ഇത്, വുമൻസ്. അതായത് പല പല ബ്രാൻഡ് ഉണ്ടാവും. അതായത് സ്റ്റേഫ്രീ ഉണ്ടാവും, വിസ്പർ ഉണ്ടാവും, അങ്ങനെ ഒത്തിരി ബ്രാൻഡ്സ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ സത്യം പറഞ്ഞ് ഈ ഒരു ബ്രാൻഡിനെ പറ്റി ഇതുവരെ കേട്ടിട്ടുണ്ടായില്ല കേട്ടോ. ജനൌഷധി സ്റ്റോറിൽ മാത്രമാണ് കിട്ടുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെയാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഇതിനെ അത്ഭുതപ്പെടുത്താൻ കാരണം ഇതിൻ്റെ റേറ്റ് തന്നെയാണ്. കാരണം ബാക്കിയുള്ള ബ്രാൻഡ്, അതായത് വിസ്പറിനും സ്റ്റേഫ്രിക്കൊക്കെ സാധാരണ ഒരു മീഡിയം ലെവൽ, അതായത് റെഗുലർ യൂസ് ചെയ്യുന്നതിന് 7 എണ്ണത്തിന്, സ്റ്റേഫ്രിക്ക് എനിക്ക് തോന്നുന്നു 28 തോന്നുന്നു ഇപ്പോൾ, മറ്റേ വിസ്പറിന് ഇപ്പോൾ 30-32 ആ ഒരു റേറ്റിനാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യണം. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വെറും 10 രൂപയേ ഉള്ളൂ. അതും 10 പാഡ് ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ റേറ്റിൻ്റെ വെച്ച് നോക്കുമ്പോൾ വളരെ റേറ്റ് കുറവാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യമാണ്, അതിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവും, അത് അബ്സോർബ് ചെയ്യണ ഒരു കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞാലോ, എന്താ സംഭവം എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ നാപ്കിൻ്റെ കറക്റ്റ് ഒരു പാക്കും സൂമായിട്ട് കണ്ടല്ലോ. ഇതാണ് കേട്ടോ. അതായത് ജനൌഷധി സുവിധ സാനിറ്ററി നാപ്കിൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ജനൌഷധീൻ്റെ കടകളിൽ മാത്രമാണ് ഈ ഒരു നാപ്കിൻസ് നമുക്ക് കിട്ടുള്ളൂ, കേന്ദ്ര സർക്കാരിൻ്റെ. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ ഇതിൻ്റെ പാക്കറ്റ് സൂം ചെയ്ത് നോക്കിക്കേ. അതിനകത്ത് അവർ എടുത്ത് പറയുന്നുണ്ട്, അത് ഓക്സോ ബയോഡിഗ്രേഡബിൾ ആണ്. അതായത് നമ്മുടെ നാട്ടിലറിയാലോ പ്ലാസ്റ്റിക് ബാൻ ചെയ്തേക്കാണ്. പക്ഷേ എന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സാനിറ്ററി നാപ്കിൻസിനകത്ത് അതിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ട്. ഇപ്പോൾ ഈ പാഡ് സത്യം പറഞ്ഞാൽ നല്ല എക്കോ ഫ്രണ്ട്ലി ആണ്. ഇതിൻ്റെ കോട്ടൺ ജസ്റ്റ് വേറെ പാഡുകളെ പോലെ ജസ്റ്റ് നമ്മൾ വെള്ളത്തിലിട്ടാൽ തന്നെ അലിഞ്ഞു പോയിക്കോളും. ഈ പാഡ്സിനെ പോലെ നമ്മൾ ക്ലോസറ്റിലിട്ട ബ്ലോക്കോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. ജസ്റ്റ് ക്ലോസറ്റിലിട്ടാണെങ്കിൽ ഫ്രഷ് ചെയ്ത് കളഞ്ഞാൽ അത് സെറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയാൻ കാരണം ഇത് നല്ല എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് വേസ്റ്റിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഈ ഒരു നാപ്കിൻ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പകുതി ടെൻഷൻസ് നമുക്ക് കുറയും കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വില കുറവാണല്ലോ സത്യം പറഞ്ഞാൽ. 1 രൂപയ്ക്ക് നമുക്ക് ഒരു പാഡ് കിട്ടുക. 10 രൂപയുടെ പാക്കറ്റിൽ 10 പാഡ്. ഔഷധത്തിൻ്റെ ഈ ഒരു നാപ്കിന് വെറും 1 രൂപയാണ് വരുന്നത്. അതായത് 10 രൂപയുടെ പാക്കറ്റിൽ 10 പാഡ്സാണ് നമുക്ക് ഉണ്ടാവുക. മറ്റേതെന്ന് പറഞ്ഞാൽ 30 രൂപയുടെ പാക്കറ്റിൽ 7 പാഡ്സോ എന്തോ അങ്ങനെ ഉണ്ടാവത്തുള്ളൂ. അതേപോലെ തന്നെ എക്സ്ട്രാ ലോങ് എക്സൽ സൈസ് ആകുമ്പോൾ ഈ ഒരു, അതായത് ഈ ജനൌഷധത്തിൻ്റെ ഈ ഒരു എക്സലിന് വന്ന റേറ്റ് വെറും 3 രൂപയാണ്. ഈ ജനൌഷധത്തിൻ്റെ ഇതിൻ്റെ എക്സൽ സൈസിന് വന്നത് വെറും 3 രൂപയാണ്. നമ്മൾ പുറത്ത് വേറെ ബ്രാൻഡ്സ്, അതായത് വിസ്പറിനും സ്റ്റേഫ്രിക്കൊക്കെ എക്സലിന് ഒരെണ്ണത്തിന് വന്നത് 10 രൂപ, 3-4 ഒക്കെയാണ് അതിൻ്റെ ചെറിയ പാക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല അഫോർഡബിൾ ആണ്. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ മൈൻഡിൽ തന്നെ ഫസ്റ്റ് കാര്യം, ഇത്രയും വില കുറവാണെങ്കിൽ നമുക്ക് ഒട്ടും ഹൈജീൻ ആയിരിക്കില്ല എന്നൊരു ഡൗട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും ആ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 1 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഒട്ടും കംഫർട്ടല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അത് അബ്സോർബിങ് കപ്പാസിറ്റി കുറവായിരിക്കും എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് നല്ല കംഫർട്ടാണ്. ഇതിൻ്റെ അടിയിൽ തന്നെ ഈ കവറിൻ്റെ അതിനകത്ത് തന്നെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്, എൻഷുവേഴ്സ് മെൻസ്ട്രൽ ഹൈജീൻ. അപ്പോൾ മറ്റ് പാഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതേ സെയിം ക്വാളിറ്റി തന്നെ, നല്ല കംഫർട്ടാണ്. അബ്സോർബിങ് കപ്പാസിറ്റി ആണെങ്കിൽ നമ്മൾ വില കുറവാണെന്ന് വെച്ചാൽ അതിൻ്റെ കപ്പാസിറ്റിക്ക് കുറവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല അബ്സോർബിങ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല കംഫർട്ടാണ് ഇത് യൂസ് ചെയ്തപ്പോഴും. അപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റിനെ റെക്കമെൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുമെന്നല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് നമ്മുടെ സൊസൈറ്റിയിലുണ്ടെന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ പാഡ്സ് വാങ്ങിക്കാനായിട്ട് ഫിനാൻഷ്യലി നമുക്ക് പറ്റണം എന്നില്ല. അപ്പോൾ ഇന്നും ഒത്തിരി കുട്ടികൾ ഈ തുണിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണവരുണ്ടെന്ന് എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അഫോർഡബിൾ പ്രൈസാണ്, വെറും 10 രൂപയുള്ളൂ ഒരൊറ്റ പാക്കറ്റിന്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് അഫോർഡബിൾ ആണ്. അതേപോലെ തന്നെ പിന്നെ വേസ്റ്റിൻ്റെ, ഇന്നത്തെ സൊസൈറ്റിയിൽ വേസ്റ്റിൻ്റെ പ്രശ്നം നിലനിൽക്കുന്ന കാരണം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യുമെന്നല്ല, അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി അറിയണ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോസിലൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ 1-2 പേർക്കും ഇത് കണ്ടത് വാങ്ങിച്ച് അവർ ഓക്കെ ആണെങ്കിൽ ഞാൻ ഹാപ്പി. അപ്പോൾ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ഫ്രണ്ട്സിനോടൊന്ന് പറയുക, അല്ലെങ്കിൽ ഫാമിലിയിലാണെങ്കിലും ഗേൾ ഫ്രണ്ട്സിനോടാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളാണ് ചൂസ് ചെയ്യണത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.